ഹായ് ഓൾ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള എൻ്റെ ട്രേഡിംഗ് ജേണി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് അത് യൂട്യൂബിൽ ജേണൽ ചെയ്യുന്നതായിരിക്കും എന്നുള്ള സാധനം. സോ അതിനുവേണ്ടി ഞാൻ ഇന്നോട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ജേണൽ ചെയ്യുന്നതായിരിക്കും, ലൈക്ക് എല്ലാ ട്രേഡ്സും. സോ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ആ ഫണ്ടഡ് അക്കൗണ്ട് എന്താ, ലൈക്ക് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നലെ ഞാൻ അതിലാണ് ഫസ്റ്റ് ട്രേഡ് ഞാൻ ഇന്നലെ പ്ലേസ് ചെയ്തത് അതിൻ്റെ അകത്ത്. സോ ഞാൻ പ്രൈസ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആൻഡ് എൻ്റെ ട്രേഡ് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്തത് ES ആണ്, S&P 500 മിനി. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് ലൈവ് മാർക്കറ്റാണ്. 5 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. അത് പേ ഔട്ട് ലൈക്ക് പ്രോഫേമിൻ്റെ ഡാറ്റ ആയതുകൊണ്ടാണ് 5 സെക്കൻഡ് ഡിലേ. ഇറ്റ്സ് എ കോമൺ തിങ്. അപ്പോൾ ഇന്നലെ ആക്ച്വലി എന്താ മാർക്കറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. പ്രൈസ് ഓപ്പൺ ചെയ്ത് 9:30 ഓപ്പൺ ചെയ്തു. ലണ്ടൻ ഹൈ സ്വീപ്പ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അക്യുമുലേഷൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അക്യുമുലേറ്റ് ചെയ്തു. ദെൻ ഇറ്റ് മാനിപ്പുലേറ്റഡ് ബൈ ടേക്കിംഗ് ലണ്ടൻ ഹൈ. ദെൻ ഇറ്റ് വെൻറ്റ് ടു ബ്രേക്ക് ദ ഡെയിലി ലോ. അതാണ് സിമ്പിളായിട്ട് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ക്യാച്ച് ചെയ്യാനാണ് ലൈക്ക് എൻ്റെ മോഡൽ കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ലോ ടൈം വേവ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ലണ്ടൻ ഹൈ ക്ലോസ് ചെയ്തിട്ട് ലണ്ടൻ ഹൈ ആ ലിക്വിഡിറ്റി എടുത്തിട്ടായിരുന്നു മാർക്കറ്റ് ഉള്ളത്. സോ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തു ലൈക്ക് 1 മിനിറ്റിലേക്ക് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് എന്താ ചെയ്തതെന്നുള്ള സാധനം നോക്കാം. 9:30 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം, ഈ FVG. ഓക്കെ, ഇത് ഞാൻ മാർക്ക് ചെയ്യാം. ഈ ലിക്വിഡിറ്റി ഇവിടെ എടുത്തു. ഇത് ലണ്ടൻ ഹൈ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലിക്വിഡിറ്റി എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റ് വെൻ ഹയർ. ദെൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് ഇൻവേഴ്സ് ചെയ്തു. അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബേസിക്കായിട്ട് അത് മാർക്കറ്റ് റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷനാണ്. ഞാൻ അങ്ങനെയാണ് കൺഫർമേഷൻ ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. എന്നിട്ട് നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻസി കുറയ്ക്കാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും കെയിം ലോ. ഇത് ഫസ്റ്റ് കൺഫർമേഷനാണ് കേട്ടോ. ഫസ്റ്റ് കൺഫർമേഷനാണിത്. അതായത് മാർക്കറ്റിൻ്റെ ബയസ് ബെയറിഷ് ആണെന്നുള്ളതിൻ്റെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് കൺഫർമേഷനാണിത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 കൺഫർമേഷൻ ഉണ്ടെങ്കിലേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് മാർക്കറ്റ് വെൻ ലോവർ, നിങ്ങൾക്ക് അവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് കാണാം. ജസ്റ്റ് ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് ഈ FVG കണ്ടോ, അതായത് ഈ ഇൻവേഴ്സ് ചെയ്ത ഈ FVG. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് കളർ. ദാറ്റ്സ് ടു ബാഡ്. ഓക്കെ, ആ FVG മാർക്കറ്റ് തിരിച്ചെടുത്തു. ഇത് ഞാൻ ചെറുതാക്കട്ടെ. അപ്പം ഈ FVG മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ 50% ലെവലിലാണ്. ഈ നടുക്കത്തെ ലൈൻ 50% ആണ്. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ്സ് ഈസി ടു സ്പോട്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് 50%ലാണ് അത് റീട്രേസ് ചെയ്തത്. അതും നല്ലൊരു കൺഫർമേഷനാണ്. അതായത് പ്രൈസ് ഇനി ബെയറിഷ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ദിസ് വിൽ ബി മൈ സെക്കൻഡ് കൺഫർമേഷൻ ദാറ്റ് പ്രൈസ് ഈസ് ബെയറിഷ് ടുഡേ. സെക്കൻഡ് കൺഫർമേഷൻ. ഓൾറൈറ്റ്, അപ്പം പ്രൈസ് ഫസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തു ആൻഡ് മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ 2 കൺഫർമേഷൻ നമുക്ക് കിട്ടി പ്രൈസ് ബയസ് ആണെന്നുള്ളത്. ഒന്ന് ഈ FVG ഇൻവേഴ്സ് ചെയ്തു. ദെൻ സെക്കൻഡായിട്ട് ഈ ഫെയർ വാല്യൂ ക്യാപ്പ് റെസ്പെക്ട് ചെയ്തു. അതായത് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് റെസ്പെക്റ്റഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻട്രി ആണ്. ഇത് ഞാനൊരു
ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ പ്രൈസ് ഇനി ബെയറിഷ് ആണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ഗോ എബവ് ദിസ് ഹൈ. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള സാധനം. അപ്പം നമുക്ക് എൻട്രി നമുക്ക് ഇവിടെ ഷോർട്ട് ചെയ്യാം. അതായത് ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് ലൈക്ക് ഇതിൻ്റെ ഒരു ബോഡിയുടെ അടുത്താണ് ഞാൻ പൊതുവെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാറ്. ഓക്കെ, ആൻഡ് ഇത് ആക്ച്വലി ഈ ഒരു ലെവലിലൊക്കെ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഈ ഹൈ ഉണ്ട് ഈ പ്രീവിയസ് ക്യാൻഡിൽ, അതായത് ഇതിലാണ് ഞാൻ എൻട്രി എടുക്കാൻ നോക്കുന്നത്, ഈ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ. സോ ഇതിൻ്റെ ഹൈ വരെയൊക്കെ ഞാൻ മാക്സിമം SL കൊടുക്കാറുള്ളൂ. ലൈക്ക് ഐ ഹാവ് എ ലിമിറ്റ്, ലൈക്ക് $1,000 ഞാൻ മാക്സിമം ഒരു ദിവസം റിസ്ക് ചെയ്യുള്ളൂ. ആൻഡ് I'll try to get 1:2. That is that's my goal. അപ്പം ഞാൻ ആ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കാര്യം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസ്ക് പാരാമീറ്റേഴ്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 1:2 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിലെ സാധനമുണ്ട്, എക്സാക്ട്ലി ഇതാണെന്നുള്ള സാധനം എൻ്റെ ഡൗട്ടുണ്ട്. സോ 1:2. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടം വരെയാണ് നമ്മുടെ ട്രേഡ് ഇന്നലെ എടുത്തത്. ഓൾറൈറ്റ്, ഇനി ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് അവസാനം ഞാനിതിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇന്നലെ എടുത്ത പ്രോഫേമിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള സാധനം. അപ്പം ട്രേഡിഫൈ എന്ന് പറഞ്ഞൊരു പ്രോഫേമിലാണ് ഞാൻ ഫസ്റ്റ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ലൈക്ക് നമുക്കൊരു 2-3 തരം അക്കൗണ്ട്സ് ഉണ്ട് അതിൽ. ഗ്രോത്ത് അക്കൗണ്ട്, സെലക്ട് അക്കൗണ്ട്, ലൈറ്റ്നിങ് അക്കൗണ്ട്. ഈ ഗ്രോത്ത് അക്കൗണ്ടിലും സെലക്ട് അക്കൗണ്ടിലും നമുക്ക് ചലഞ്ച് ഫേസ് ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുക. ലൈറ്റ്നിങ് അക്കൗണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ഫണ്ടഡ് ആണ്. അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്പെൻസീവ് ആണ്. ലൈക്ക് $531 ഇപ്പോൾ ഒരു 30% ഓഫർ റൺ ചെയ്യുന്നുണ്ട്. സോ $531 അതിനെ വരും. പ്ലസ് അതിനൊരു 20% കൺസിസ്റ്റൻസി റോൾ ഉണ്ട്. അതാണ്. പിന്നെ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇതിൽ പേ ഔട്ട് ഡേയ്സ് എന്ന് പറയുന്നത് 5 days ആണ്, അതായത് 20% കൺസിസ്റ്റൻസിയിൽ. അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് 9,000 ഈ 150Kൻ്റെ അകത്ത്. അപ്പം 20% കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഡെയിലി നമ്മുടെ ഡെയിലി പ്രോഫിറ്റ് ഒരിക്കലും 20% ക്രോസ് ചെയ്യാൻ പാടില്ല. അതായത് 9,000 നമ്മുടെ ടാർഗറ്റ് ആയതുകൊണ്ട് $1,800 ലൈക്ക് $1,800 മേലെ പ്രോഫിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ലൈക്ക് അക്കൗണ്ട് ബ്രീച്ചാകും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് യു ഹാവ് ടു മേക്ക് മോർ മണി ടു ബാലൻസ് ദാറ്റ് 20% കൺസിസ്റ്റൻസി. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൽ ഡെയിലി ലോസ് ലിമിറ്റ് ആയിട്ട് ഒരു 3,700 ഉണ്ട്, 750 കൻ സീ ഹിയർ. പിന്നെ മാക്സിമം ട്രോഡാണ് വരുന്നത് 6,000 ആണ്. ആക്ച്വലി ഇത് നല്ലൊരു അക്കൗണ്ടാണ്, ലൈക്ക് കമ്പയർഡ് ടു അത് പെർഫോംസ് ചെയ്തത് നല്ല അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് ബൈ ചെയ്തത്. പിന്നെ റൈറ്റ് നൗ എന്താ പറയുക, എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ എനിക്ക് ചലഞ്ച് പാസ് ചെയ്തിട്ട് ദാറ്റ് ഫീൽസ് ലൈക്ക് എ ഡ്രാമ ടു മീ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഞാനിത് എടുത്തു. ലൈക്ക് മൈ ഗോൾ ഈസ് ടു ടേക്ക് എ പേ ഔട്ട് ഫ്രം ഹിയർ ആൻഡ് ഷോ യു ഓൾ ദാറ്റ് ദിസ് ഈസ് പോസിബിൾ.
അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ലൈക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചിരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഓക്കെ. ലൈക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നലത്തെ P&L നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് അക്കൗണ്ട് ആൻഡ് ഓക്കെ, ഇതാണ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഇവിടെ P&L നോക്കി കാണാം. 17th February 26 നമ്മുടെ നെറ്റ് P&L $1,388 ആണ്. ഒരു ട്രേഡാണ് നമ്മളെടുത്തത്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കീപ്പ് അപ്പ് വിത്ത് ദ ചാനൽ. ഞാൻ ഇനിയിപ്പം എടുക്കുന്ന ട്രേഡ്സ് ഞാൻ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സീ യു ഓൾ. ഓക്കെ, ബൈ.